ഇവിടെ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് എന്ന് വെച്ചാൽ എന്താണ്? പഴയ കാലത്തെ അധികാരമുള്ള കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് അല്ല, ഭരണമുള്ള കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് അല്ല. പഴയ പോലത്തെ ഹൈക്കമാൻഡിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തുകൊണ്ടാണ് വരുന്നത്? കേരളത്തിൽ നിന്നും കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിൽ 4-5 പേരുണ്ട്. AK ആന്റണിയാണ് ഇപ്പൊ ഒരു വിശ്രമീതത്തിലേക്ക്, AC വേണുഗോപാൽ സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി, കൊടിക്കുന്നിൽ സുരേഷ്, K സുധാകരൻ, രമേശ് ചെന്നിത്തല, VD സതീശൻ, ഇവരെല്ലാവരും ഹൈക്കമാൻഡിന്റെ ഭാഗമാണ്. അപ്പൊ ഹൈക്കമാൻഡിന്റെ ഭാഗം എന്ന് വെച്ചാൽ ഈ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ ഇവർ തന്നെയാണ്. അതുകൊണ്ട് ഇവിടുത്തെ പ്രശ്നം ഇവരാണ് പരിഹരിക്കുക. അതുകൊണ്ട് പഴയ കാലത്തെ പോലെ ഹൈക്കമാൻഡ് എന്ന രീതിയിൽ നമ്മൾ പറയണ്ട. അത് പത്രങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ള ഒരു സംവിധാനം ആക്കിയിട്ട് ഞാൻ കാണുന്നുള്ളൂ. ഇപ്പോഴത്തെ ഹൈക്കമാൻഡ് എന്ന് വെച്ചാൽ ഇവരൊക്കെ തന്നെയാണ്. അപ്പൊ ഇവര് തീരുമാനിക്കും. പിന്നെ ഇവിടെ ജേക്കബ് ജോർജ് പറഞ്ഞൊരു കാര്യമുണ്ട് സതീശനെ കുറിച്ച്. സതീശനെ 2 മാസത്തിൽ മാറ്റുന്നതൊക്കെ ജേക്കബ് ജോർജ് പറയുമ്പോൾ ഇത് കേൾക്കുന്ന നാട്ടിലെ ജനങ്ങളുണ്ട് ജേക്കബ് ജോർജ് കേട്ടോ. അവർക്ക് വിദേശത്തുനിന്ന് പണം വന്നൊക്കെ പറഞ്ഞത് എന്താണ് ഈ പറയുന്നത്? ജേക്കബ് ജോർജ് ആണോ പറയുന്നത്? ഞാനൊരു DYFIക്കാരനാണ്, കുഴപ്പമില്ല പറഞ്ഞോട്ടെന്ന് വെക്കും. നോക്കൂ, ജേക്കബ് ജോർജ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വന്നപ്പോഴ് അതിനെതിരെ നടപടി എടുത്തപ്പോഴ് അതിന്റെ മറവിൽ VD സതീശൻ വിരുദ്ധ ചേരിയുണ്ടെന്ന് വരുത്താൻ ശ്രമിച്ചു. അത് കോൺഗ്രസിൽ പ്രതിസന്ധി ഉണ്ടാക്കാൻ നടത്തിയ നീക്കത്തിന്റെ ഒരു ഭാഗമാണ്. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാല് ഈ നമ്മുടെ സാധാരണ രീതിയിൽ ഈ സൈബർ വിഭാഗത്തിൽ കോൺഗ്രസിന് വലിയ ശ്രദ്ധ കാണിക്കാറില്ല. അങ്ങോട്ട് ഒരു ദോഷം കോൺഗ്രസിനുണ്ട്. പിന്നെ വേറൊരു വിഷയം എന്താ വെച്ചാൽ ഇത് കോൺഗ്രസിന്റെ അഭിപ്രായം പറയുന്നത് സണ്ണി ജോസഫ് ആണെങ്കിലും KPC പ്രസിഡന്റ് എന്ന നിലയ്ക്ക്, VD സതീശനാണെങ്കിലും പാർലമെന്ററി പാർട്ടി ലീഡർ എന്ന നിലയ്ക്ക് ഈ രണ്ടുപേരും പറയുന്ന അഭിപ്രായങ്ങളിൽ വലിയ അഭിപ്രായ ഭിന്നതയൊന്നും കാണാറില്ല. കാരണം പൊതുവിഷയങ്ങൾ അവരുടെ നിലപാട് ഒന്നാ. പ്രത്യേകിച്ച് ഈ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നാളെ മാറ്റിയ സ്ഥിതിക്ക് അപ്പോഴെന്താ സംഭവിച്ചത്? അഭിലാഷ് മോഹൻ ആലോചിക്കണം. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും രാഹുൽ മാങ്കൂട്ടത്തിലിനെ മാറ്റിയ ശേഷം എന്താണ് പല ചാനലുകളും വാർത്തകൾ പറഞ്ഞുകൊണ്ടിരുന്നത്? യൂത്ത് കോൺഗ്രസ് അനാഥമായി, ഇനി യൂത്ത് കോൺഗ്രസിന് സമരം ചെയ്യാൻ നയിക്കാൻ ആരുമില്ല, യൂത്ത് കോൺഗ്രസിന് ഏകോപിപ്പിക്കാൻ ആരുമില്ല. എന്താണ് അഭിലാഷ് ഇന്ന് കേരളത്തിൽ കാണുന്നത്? പ്രസിഡന്റ് ഉണ്ടായിട്ടാണോ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് മുമ്പിലേക്ക് യുവജന രോഷം പ്രകടമാകുന്നത്? ഇത് കോൺഗ്രസ് ആണ് സുഹൃത്തുക്കളെ. കോൺഗ്രസ് എന്ന് പറഞ്ഞ ആൾക്കൂട്ടം തന്നെയാണ്. ആ ആൾക്കൂട്ടം അങ്ങോട്ട് അളവും. അതാണ് അതിന്റെ നായകൻ എന്ന് പറയുന്നത് എന്താ? ആ സമയത്തുണ്ടാകുന്നവരാണ്. എവിടെയാണോ സമരം അവിടെ നായകൻ ഉദിക്കും. അല്ലാണ്ട് ഒരു നേതാവിനെ കണ്ടുകൊണ്ടല്ല കോൺഗ്രസ് വളരുന്നത്. അതങ്ങ് CPM അവിടെ ഒരു നേതാവിനെ കാണണം. ഇവിടെ ഒരു നേതാവല്ല. കൊല്ലത്തെ സമരം ചെയ്താൽ കൊല്ലത്തൊരു നേതാവ്, തിരുവനന്തപുരത്ത് സമരം ചെയ്താൽ തിരുവനന്തപുരത്ത് നേതാവ്. അപ്പൊ ഇതെല്ലാം വെച്ചുകൊണ്ടാണ് കോൺഗ്രസിനെ അളക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ അളക്കാൻ ശ്രമിച്ചാൽ ഇവിടെ നിങ്ങൾ ഈ പറയുന്ന രീതിയിലൊക്കെ വരും. ഞാൻ ഒരു കാര്യം വ്യക്തമായിട്ട് അഭിലാഷ് മോഹനോട് പറയാൻ, അതായത് കോൺഗ്രസിന്റെ സൈബർ വിഭാഗത്തിൽ കോൺഗ്രസിനെതിരെ പറയുന്നുണ്ടെങ്കിൽ അവർ കോൺഗ്രസ്സുകാരേ അല്ല. അത് വ്യക്തമാകും. അതിനുള്ള നടപടിയൊക്കെ കോൺഗ്രസ് സ്വീകരിച്ചു വരുന്നുണ്ട്. അതിന് ഒരാഴ്ചക്കുള്ളത് വ്യക്തമാകും. കാരണം ഇന്ന് മന്ത്രി MB രാജേഷ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, കണ്ടോ? VT ബൽറാമിനെതിരെ പോസ്റ്റ്. എന്താ VT ബൽറാമിനെതിരെ പോസ്റ്റിലെന്താ എന്താ പറയുന്നത്? പഴയ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് VT ബൽറാമിനെ മാറ്റിയുന്ന ഒരു CPM-ന്റെ സെക്രട്ടേറിയറ്റ് അംഗം, മറ്റേ കേന്ദ്ര കമ്മിറ്റി അംഗമോ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ മന്ത്രിയാ പറയുന്നത് VT ബൽറാമിനെ മാറ്റിയിട്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എങ്ങനെ പറഞ്ഞത്? ഒരു രാഷ്ട്രീയ കക്ഷിയുടെ നേതാവിനെ മാറ്റിയെന്ന് പറയാം മറ്റൊരു രാഷ്ട്രീയ കക്ഷി പറഞ്ഞോട്ടെ. ശരിയാണെങ്കിൽ പറയട്ടെ. ഇത് തെറ്റായ എന്തിനാ പറയുന്നത്? അതുകൊണ്ട് VT ബൽറാമിന് മറുപടി കൊടുക്കേണ്ടി. ഇങ്ങനെ ഇടുന്നതിന് ദുരുദ്ദേശമുണ്ട്. ആ ദുരുദ്ദേശം എന്തിനാ അറിയാമോ? ഇന്ന് മുഖ്യമന്ത്രി പാലക്കാട് പ്രസംഗിച്ചല്ലോ, എന്റെ യോഗത്തിൽ ആളില്ലല്ലോ എന്ന് പ്രസംഗിച്ചല്ലോ. അതാണ് മനസ്സിലാക്കേണ്ടത്. എന്താ ആളില്ലാതെ പോയത്? ജനങ്ങൾക്ക് മടുത്തു. അവർ കാണുന്നത് ദിവസവും നിങ്ങളൊക്കെ കാണിക്കുന്ന മർദ്ദനങ്ങളാണ്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം കോൺഗ്രസിനെ കുറിച്ച് പറയാൻ. അല്ലാണ്ട് ഒരു തത്വചിന്താപരമായിട്ടോ അല്ലെങ്കിൽ ഏതൊരു നേതാവിന്റെ പ്രസംഗമായിട്ടൊന്നും കോൺഗ്രസിനെ അളക്കാൻ ശ്രമിക്കരുത്. കോൺഗ്രസ് എന്ന് പറയുന്നത് അന്ന് വാൾക്കൂട്ടുക, ഇന്ന് വാൾക്കൂട്ടുക, നാളെ വാൾക്കൂട്ടുക.